ഹാഡിയ സ്കീം 2024 കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാവരും അവരുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ട് അതിലെന്തെങ്കിലും തെറ്റുകൾ മെമ്മോ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കൊരു സമയം തന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഇപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കുവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ അത് നീട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഡേറ്റ് നമുക്ക് വീണ്ടും നീട്ടി തന്നേക്കാണ്. 27/2024 11:59 വരെ സമയം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഓടിച്ചൊന്ന് വേഗം പറയാം. കാരണം കുറേ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോഴും ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും മെമ്മോ വരണമെന്ന് നിർബന്ധമില്ല. അപ്ലൈ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തവർക്ക് മെമ്മോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക്, ഫോണിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം മെമ്മോ അവിടെ ഉണ്ടോ എന്നുള്ളത്. കാരണം മെമ്മോ വന്നിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ പറയാം, മെമ്മോ ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ ഫീസ് അടക്കാനായിട്ട് നമുക്ക് ഇത് വന്നിട്ടുണ്ട്. നേറ്റിവിറ്റി പ്രൂഫ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ അവർക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവില്ല. റാങ്ക് ലിസ്റ്റ് വിത്ത് ഹെൽഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കറക്റ്റായിട്ട് കൊടുത്താലാണ് അവർക്ക് റാങ്ക് ലിസ്റ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? അതല്ലാതെ മറ്റ് റിസർവേഷൻ, ഇപ്പോൾ SC/ST റിസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, SC/ST അല്ലെങ്കിൽ ഫീ കൺസെഷനുള്ള OECയിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ചില OEC കാറ്റഗറിക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഫീസ്, അവരുടെ ബാക്കി ഫീസ് വരുന്നുണ്ട്, അതടച്ചാൽ മാത്രമാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ SC/ST അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയ ഫീ കൺസെഷൻ ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കാരണം ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കി ഇപ്പോൾ EWS, NCL അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിനൊക്കെയാണ് മെമ്മോ വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിനോ ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. നമുക്ക് നമ്മുടെ ആ റിസർവേഷൻ കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി കുറേ പേര് ചോദിച്ചു കണ്ടു, നമ്മുടെ മെമ്മോ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവിടെ നമ്മുടെ ജനറൽ എന്നാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അത് ഓക്കെ ആയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് നാളെ തന്നെ വെരിഫൈ ചെയ്ത് നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് മാറാൻ നിർബന്ധമില്ല അല്ലേ, അത് വെരിഫൈ ചെയ്യണ്ടേ. അപ്പോൾ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നിട്ടാണ് നമുക്കത് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന് കുറച്ച് താമസം എടുക്കും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നോക്കുക, ലോഗിൻ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാറ്റഗറി ലിസ്റ്റ്, അതുകൊണ്ടാണ് ഞാനത് നേരത്തെ വീഡിയോ ചെയ്തത്, കാരണം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈലിൽ വന്ന തെറ്റുകളൊക്കെ തിരുത്തി അത് അപ്ലോഡ് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി സ്റ്റാറ്റസ് കാണിക്കുന്നവർക്ക് മിക്കവാറും മെമ്മോ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സ്റ്റാറ്റസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ EWS ആണെങ്കിലും OBC NCL ആണെങ്കിലും ഒക്കെ കൊടുത്തേക്കുന്നത്. അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൽ തെറ്റുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു, ഇനി അത് വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് ക്ലിയർ ആവുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ റിസർവേഷനൊക്കെ കിട്ടിയോ എന്ന് അറിയുന്നത് കാറ്റഗറി ലിസ്റ്റ് വരുമ്പോഴാണ്. അതിന് മുമ്പും നമ്മുടെ പ്രൊഫൈൽ എടുക്കുക, ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ വെരിഫൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് ആ സ്റ്റാറ്റസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒന്നും കൂടി പറയുവാണ്, മെമ്മോ വന്നിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവർ ചിലപ്പോൾ അവർക്ക് മെസ്സേജ് വന്നേക്കുന്നത് അടുത്ത അപ്ഡേറ്റിന് കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയില്ല. അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയില്ല. അത് ആ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കുക, മെമ്മോ അവിടെ തന്നെ ഉണ്ടോ, അത് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മെമ്മോ അവിടെ ഉണ്ടെങ്കിൽ അതിലെന്താണ് കാണിച്ചേക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വീണ്ടും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാറ്റഗറി ലിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു, കാരണം ഞാൻ കാറ്റഗറി ലിസ്റ്റിനെ പറ്റി പറഞ്ഞേക്കുന്ന വീഡിയോയുടെ അടിയിൽ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ കണ്ടത്, കാറ്റഗറി ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. കാറ്റഗറി ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ആ ക്വസ്റ്റ്യനും കണ്ടത് റാങ്ക് ലിസ്റ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റില്ല, ജസ്റ്റ് കാറ്റഗറി ലിസ്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് റിസർവേഷൻ അനുവദിച്ച് തന്നിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഇടുവാണ്. എല്ലാ കാറ്റഗറിയിലും ആരൊക്കെ ഏതൊക്കെ കാറ്റഗറിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ
പറഞ്ഞിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അലോട്ട് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ നമ്മൾ ഉണ്ട് എന്നറിയാനായിട്ടാണ് കാറ്റഗറി ലിസ്റ്റ് വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നമുക്ക് ആ റിസർവേഷൻ കിട്ടുന്നോ ഇല്ലയെന്ന് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയ കാറ്റഗറി ലിസ്റ്റ് വരുമ്പോഴാണ്. ഓക്കെ, അതിനിടയ്ക്ക് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റാറ്റസ് മാറി മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 20/7/2024 മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലോഗിൻ ചെയ്ത് മെമ്മോ അവിടെ ഉണ്ടോയെന്നും സ്റ്റാറ്റസ് മാറുന്നുണ്ടോ എന്നും നോക്കുക. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇത്തിരി കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തേക്കണേ, അങ്ങനെ എന്തെങ്കിലും, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് കറക്റ്റ് ഫോർമാറ്റിൽ കറക്റ്റ് അതോറിറ്റിന്ന് സീലും സൈനൊക്കെ ഉണ്ടായി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്തേക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടും. അത് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അതിന് അർഹരാണെങ്കിൽ. ഓക്കെ, പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് ചിലപ്പോൾ റിസർവേഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളത് കാറ്റഗറി ലിസ്റ്റ് വരുമ്പോഴാണ് കൂടുതലും നമുക്ക് അറിയാൻ പറ്റുക നമ്മുടെ ആ ഒരു ഇത് നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, റാങ്ക് ലിസ്റ്റ് അല്ല, കാറ്റഗറി ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. സോ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ റിസർവേഷൻ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് ആ ഒരു വീഡിയോ നേരത്തെ ചെയ്തത്, ഇങ്ങനെയും കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഇനിയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയേക്കാം. നിർബന്ധമില്ല, ഇനി അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോഴേ തെറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട്, കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിസർവേഷൻ തരാനാണ് എൻട്രൻസ് കമ്മീഷണർ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നോക്കുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും എന്ന് പറഞ്ഞാൽ 1, 2, 3 പ്രാവശ്യമൊക്കെ അവസരം തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇനി അവസരം തരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റായിട്ട് ചെയ്യരുത്. ഇപ്പോൾ ഇതൊരു ലാസ്റ്റ് അവസരമാണ് എന്ന് കണക്കാക്കി കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൗൺസിലിങ്ങും മുമ്പോട്ട് വേഗത്തിൽ പോകും കേട്ടോ. Take care, stay blessed. Thank you.